എന്ന വിഷയത്തോടെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ നിയമനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എന്റെ ശബ്ദം നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ? വ്യക്തതയുണ്ടോ? അടച്ചേക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം. അതിനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിതമായിട്ടുള്ള നല്ല ഈ സന്ധ്യാവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈഗൺ തിയോളജിക്കൽ സെമിനാരിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് പ്രകാരം ഒരു പ്ലാറ്റ്ഫോം ദൈവത്താൽ ഒരുക്കപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവവചനം പഠിക്കുവാനായിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ വിശുദ്ധ ദാസിദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ തിരക്കുകളുടെ നടുവിലും ദൈവവചനം പഠിക്കുവാനായിട്ട് ഇപ്രകാരം സമയം കണ്ടെത്തിയിരിക്കുന്ന ഓരോരുത്തരെയും അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ടതായിരിക്കുന്ന മേഖലകളിൽ ആമേൻ അത് അനേകർക്ക് പ്രയോജനമായി തീരപ്പെടുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് അനയിപ്പാൻ, അത് മുഖാന്തരമായി തീരപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഇനിയും ജോയിൻ ചെയ്യാനായിട്ട് പ്രിയപ്പെട്ടല്ലോ, എത്രയും വേഗം അവരും ജോയിൻ ചെയ്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ആമേൻ സന്തോഷിപ്പാൻ ദൈവം കൃപ ചെയ്യണം. ആദ്യം ഉടനെ തിരുസ്ഥാനത്തിന് കൃപ കൂടിയിരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എനിക്കൊന്ന് എന്റെ ക്ലാസ്സിൽ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഇന്ന് കയറി ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും. നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലം. ഓക്കെ, സാറിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? പേരെങ്ങനെയാ? എന്റെ പേര് ചാർലി മാത്യു ജോർജ്. ഓക്കെ മാത്യു. ഓക്കെ, എവിടെ? കുവൈറ്റിലല്ലേ? അതെ, കുവൈറ്റില്ല. ഫാമിലി ആയിട്ട് എവിടെയാണോ? അതെ അതെ അതെ. നാട്ടിലെവിടെയാ വീട്? എന്റെ വീട് ആറന്മുള. ഓക്കെ ഓക്കെ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരു ചർച്ച് മെമ്പറാ പാസ്റ്റേ. ഓക്കെ ഓക്കെ. ഞങ്ങൾ രണ്ടും ഒരു ചർച്ചിലെ മെമ്പറാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, മറ്റാരെങ്കിലും ഇന്ന് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്റെ ക്ലാസ്സിൽ? എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ആരെങ്കിലും? ഓക്കെ ഓക്കെ. എല്ലാവരുടെയും വീഡിയോ ഓഫ് ആയിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്. നിങ്ങൾ കഴിയുന്നിടത്തോളം നിങ്ങളുടെ വീഡിയോകൾ ഓൺ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്നിടത്തോളം നമുക്ക് മുഖാമുഖം കണ്ട് ക്ലാസ് എടുക്കാനായിട്ട് ഇടയാക്കുമല്ലോ. ഓക്കെ, നമുക്ക് ഇന്ന് കയറിയവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി നമ്മുടെ എന്റെ പേര് മോസസ് എന്നാണ്. എന്റെ സ്വദേശം ട്രിവാൻഡ്രത്താണ്. ഓക്കെ, പാസ്റ്ററൽ മിനിസ്ട്രിയോടൊപ്പം ടീച്ചിങ് മിനിസ്ട്രി, കൗൺസിലിംഗ് മിനിസ്ട്രി ഒക്കെ ദൈവം ഉപയോഗിക്കുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് നമുക്ക് ഈ കോളേജിന്റെ ഭാഗമായിട്ട് തീരപ്പെടുവാനായിട്ട് എനിക്കൊരു അവസരം ഒരുക്കിയത്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എല്ലാവരും കാണാനും ഒരുമിച്ചായിരിക്കാനും ഒക്കെ സാധിക്കുന്നത്. എല്ലാവരും തന്നെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഈ സെമസ്റ്ററിൽ ഞാൻ എടുക്കുന്ന സബ്ജക്ട് ക്രിസ്തീയ വിദ്യാഭ്യാസം എന്നുള്ളതാണ്, ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതിൽ നമ്മള് ചില ക്ലാസ്സുകൾ ഓൾറെഡി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സൺഡേ സ്കൂളിന്റെ ഉത്ഭവവും വളർച്ചയുമാണ് അല്ലേ? അതെ, ഓക്കെ. അപ്പോ അതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ടിടയായി. സൺഡേ സ്കൂള് എവിടെയാണ് തുടങ്ങിയതും ആരാണ് സ്ഥാപിച്ചതെന്നും അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിക്കാനായിട്ടിടയായി. ആർക്കെങ്കിലും അത് ഓർമ്മ നിൽക്കുന്നുണ്ടോ? ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? സൺഡേ സ്കൂൾ എവിടെയാ തുടങ്ങിയതെന്ന് അറിയാമോ? ഏത് രാജ്യത്താണെന്ന്? ഓക്കെ, രാജ്യം മാത്രമല്ല സ്ഥലവും പറഞ്ഞു. ഇംഗ്ലണ്ടിലെ ഗ്ലോസസ്റ്റർ എന്ന സ്ഥലത്താണ് സൺഡേ സ്കൂൾ ആരംഭിച്ചത്. ആരായിരുന്നു സൺഡേ സ്കൂളിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഫൗണ്ടർ? റോബർട്ട് റൈക്സ്. ഓക്കെ, റോബർട്ട് റൈക്സ് ആരായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു അല്ലെ? ആരായിരുന്നു റോബർട്ട് റൈക്സ്? ഓക്കെ, റോബർട്ട് റൈക്സ് ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ തന്റെ പിതാവ് ഒരു പ്രസിന്റെ ഉടമയായിരുന്നു. പ്രസിന്റെ ഉടമയായിരുന്നു. ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഈ ബാലനായിരുന്ന റോബർട്ട് റൈക്സും
തന്റെ പിതാവിനോടൊപ്പം ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ലേഖകനായും അതുപോലെ തന്നെ പത്രപ്രവർത്തകനായും ജേർണലിസ്റ്റ് ആയിട്ടൊക്കെ തീരപ്പെടുകയായി. അപ്പോ റോബർട്ട് റൈക്സ് ആണ് സൺഡേ സ്കൂൾ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ ഗ്ലോസസ്റ്റർ എന്ന സിറ്റിയിൽ ആരംഭിച്ചത്. അത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് സൺഡേ സ്കൂള് ആ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് തനിക്കുണ്ടായ പ്രേരണ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാനായിട്ടിടയാ അല്ലേ? ധാരാളം കുഞ്ഞുങ്ങൾ ഫാക്ടറികളില് അതുപോലെ തന്നെ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അവര് നിർബന്ധിതമായിട്ട് ജോലി ചെയ്യാനായിട്ട് അവർ നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെ പ്രായപരിധി വ്യത്യാസമുള്ള കുഞ്ഞുങ്ങൾ പ്രോപ്പറായിട്ട് വിദ്യാഭ്യാസം കിട്ടാതെ വരികയും ഈ ഫാക്ടറി ഓണേഴ്സ് അല്ലെങ്കിൽ ഉടമകൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഡേ ആൻഡ് നൈറ്റ് രാവിലെയും രാത്രിയും ഒക്കെ പണി എടുപ്പിക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ തുച്ഛമായിട്ടുള്ള ശമ്പളമായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരുന്നത്. എന്നാൽ ചില സമയത്ത് ഇവർക്ക് സൂര്യപ്രകാശം പോലും കാണാൻ കഴിയാത്ത രാത്രികൾ ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ. എന്നാൽ സൺഡേ എന്ന് പറയുന്ന ഒരു ദിവസം, ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ഇവർക്ക് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 6 ദിവസം ചെയ്യുന്ന പണിയുടെ അവർക്ക് തുച്ഛമായി കിട്ടുന്ന ശമ്പളം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അല്ലെ? മറ്റു ചെലവില്ല, വീട്ടിൽ അയക്കേണ്ട. അപ്പൊ ഈ കാശ്, ഈ പോക്കറ്റ് നിറയെ കാശുമായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാതെ ചിലര് സിനിമ കാണാൻ പോകുന്നു, ചിലര് മദ്യവും ലഹരിയൊക്കെ ഉപയോഗിച്ച് ആ ഗ്ലോസസ്റ്റർ എന്ന സിറ്റിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അങ്ങനെ അക്രമങ്ങൾ. ഈ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ആ ദേശത്തിലെ ജനങ്ങൾക്ക് ഒരു സമാധാനക്കേടുള്ള ദിവസമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോബർട്ട് റൈക്സ് ഇത് കാണുമ്പോൾ തനിക്കൊരു ആത്മഭാരം ഉണ്ടായി. ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിട്ടാൽ പോരാ, അവരെ എന്തുകൊണ്ട് എനിക്ക് ദൈവവചനം പഠിപ്പിച്ചുകൂടാ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ധാർമ്മിക ഉപദേശങ്ങൾ എന്തുകൊണ്ട് എനിക്ക് പകർന്നു കൊടുത്തുകൂടാ എന്നൊരു ചിന്ത തനിക്ക് വരികയും അത് എങ്ങനെ അത് സാധ്യമാക്കും എന്ന് താൻ അന്വേഷിച്ച് ഈ കുഞ്ഞുങ്ങളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് താൻ രൂപപ്പെടുത്തി. അവർക്ക് വേണ്ടുന്ന ചോക്ലേറ്റും അതുപോലെ തന്നെ ഗിഫ്റ്റ്സും, കുഞ്ഞുങ്ങൾക്ക് അത് പ്രധാനമാണല്ലോ, ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുകയും ഇങ്ങനെ ഞായറാഴ്ചകളിൽ റോബർട്ട് റൈക്സ് ഈ കുഞ്ഞുങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേക സമയം കണ്ടെത്തിയിരുന്നു. അപ്പോൾ മാത്രമല്ല ഈ കുഞ്ഞുങ്ങളും റോബർട്ട് റൈക്സിൽ നിന്ന് ഗിഫ്റ്റുകളും സ്വീറ്റ്സും ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ഈ കുഞ്ഞുങ്ങളും ഞായറാഴ്ചകളിൽ റോബർട്ട് റൈക്സിന് വേണ്ടി കാത്തു നിൽക്കുന്ന പതിവുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവരെ കൂടി വന്ന കുഞ്ഞുങ്ങളോട് ഉപദേശം പറയുകയും അവരെ വചനങ്ങൾ പറയുകയും പാട്ടുകൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണ് ഈ സൺഡേ സ്കൂൾ എന്നുള്ള ബൃഹത്തായിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമായിട്ട് രൂപം കൊണ്ടത്. ഇത് ഏത് വർഷത്തിലായിരുന്നു രൂപം കൊണ്ടതെന്ന് അറിയാമോ? 1736. Yeah. No, not 1736. I think. പറഞ്ഞേ 1780 എന്നല്ലേ? 1736. പറഞ്ഞിരുന്നേ. അങ്ങനെയാണോ പറഞ്ഞിരുന്നത്? ഓക്കെ. അദ്ദേഹം ജനിച്ച വർഷമാണ് 1736. റോബർട്ട് റോബർട്ട് റൈക്സ് ജനിച്ച വർഷമാണ് 1780. കറക്റ്റ്. 1780. ഓക്കെ. റോബർട്ട് റൈക്സ് ജനിച്ച വർഷമാണ് 1735. സൺഡേ സ്കൂള് ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് 1880-ലാണ്. 1880-ലാണ്. അങ്ങനെ സൺഡേ സ്കൂള് ക്രമേണ അത് എന്തോ കുഞ്ഞുങ്ങളുടെ ഒരു ക്ലബായിട്ട് തുടങ്ങുകയും പിന്നെ സാവധാനം അത് ബൈബിൾ പഠിക്കാനായിട്ട്, പിന്നെ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടി, പിന്നെ ഇവർ ഒത്തിരി സമയം ഞായറാഴ്ചകളിൽ ഒത്തിരി മണിക്കൂറുകൾ ഇവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറായത് കാരണം ബൈബിൾ മാത്രമല്ല അതിനോടൊപ്പം ചേർന്ന് അവരെ എഴുതുവാനും വായിക്കുവാനും ഒക്കെ അവരെ പഠിപ്പിച്ചു. മറ്റ് സബ്ജക്റ്റുകളും അവരെ പഠിപ്പിക്കാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. അങ്ങനെ പിന്നത്തേതിൽ ഈ ഞായറാഴ്ച ഒരു ദിവസം ഇവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമായിട്ട് മാറാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. അപ്പോ ഈ കുഞ്ഞുങ്ങൾക്ക് ധാർമ്മിക മൂല്യം പകർന്നു കൊടുക്കുക, ദൈവസ്നേഹം ദൈവവചനത്തിലൂടെ പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് റോബർട്ട് റൈക്സ് 1780-ൽ ഇംഗ്ലണ്ടിലെ ഗ്ലോസസ്റ്റർ സിറ്റിയിൽ സൺഡേ സ്കൂൾ എന്ന പ്രസ്ഥാനം ആരംഭിക്കാനായിട്ടിടയായത്. ഇതേ തുടർന്ന് ഒത്തിരി എതിർപ്പുകൾ ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് ഉണ്ടാകാനായിട്ടിടയായി.
എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറി ഓണേഴ്സ് തന്നെ, ഉടമസ്ഥര് തന്നെ ഈ സൺഡേ സ്കൂൾ റോബർട്ട് റൈസിനെയും സൺഡേ സ്കൂൾ മൂവ്മെന്റിനെയും എതിർത്തു. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറയുന്നത്, ഈ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ലഭിച്ചപ്പോൾ ഇവരെ തന്നെ ഇവരുടെ കഴിവുകളെ സ്വയം മനസ്സിലാക്കാൻ ഇടയായി, അല്ലെ? അവരുടെ കഴിവുകളും ബുദ്ധികളും ഒരു ഫാക്ടറിയിൽ ഒതുങ്ങിക്കൂടാനുള്ളതല്ല, അവർക്ക് തുടർന്ന് പഠിക്കണമെന്നുള്ള ചിന്ത വന്നിട്ട് കുറെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? തുടർന്ന് ഹയർ സ്റ്റഡിക്ക് വേണ്ടി പഠിക്കാനായിട്ട് പോയി. കുറെ കുഞ്ഞുങ്ങൾ ഈ ചെയ്യുന്ന ജോലിക്കൊത്തവണ്ണമുള്ള ശമ്പളത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടിടയായി. ഇത് ഫാക്ടറി ഓണേഴ്സിന് അവരുടെ ലാഭം കുറയാനായിട്ടിടയായി. അതുകൊണ്ട് റോബർട്ട് റൈസിനെയും ഈ സൺഡേ സ്കൂളിനെയൊക്കെ എതിർക്കാനായിട്ടിടയായി. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന സഭാ അധിപന്മാർ എതിർക്കാനായിട്ടിടയായി. എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓണേഴ്സിന്റെ ഇൻകമാണ് സഭയിലെയും ഇൻകം, അല്ലേ? അപ്പോ സ്വാഭാവികമായിട്ടും സഭാധിപന്മാര് ഈ മുതലാളിമാരുടെ കൂടെ ആയിരിക്കും. എന്നാൽ അതുകൊണ്ട് തന്നെ അവരും ഈ സൺഡേ സ്കൂൾ മൂവ്മെന്റിനെ എതിർക്കാനായിട്ടിടയായി. എന്നാൽ അന്നുണ്ടായിരുന്ന ഗവൺമെന്റ് റോബർട്ട് റൈസിനെ ഈ സൺഡേ സ്കൂൾ മൂവ്മെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു സർക്കുലർ ഇറക്കാനായിട്ടിടയായി. എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാ സൺഡേ ഞായറാഴ്ചകളിലും ക്രൈം റേറ്റ്, അക്രമങ്ങളും അനീതികളും അടിപിടികളും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പോലീസുമാർക്കും മജിസ്ട്രേറ്റുമാർക്കും ഒക്കെ ഒത്തിരി തലവേദന സൃഷ്ടിക്കുന്ന ദിവസമായിരുന്നു. എന്നാൽ ഈ സൺഡേ സ്കൂള് അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപിച്ചപ്പോൾ ഞായറാഴ്ചകളിൽ സമാധാന അന്തരീക്ഷം അവിടെ ഉണ്ടാകാനായിട്ടിടയായി എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഗവൺമെന്റ് നല്ലൊരു സപ്പോർട്ടാണ് ചെയ്തിരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിക്കാനായിട്ട് ഇടയായത്. ഈ സൺഡേ സ്കൂൾ പിന്നെ വലിയ അസോസിയേഷനായി, യൂണിയനുകളായി പല രാജ്യങ്ങളിലേക്ക് വ്യാപിക്കപ്പെടാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. അപ്പോൾ സൺഡേ സ്കൂളിന്റെ ഉത്ഭവം ഇംഗ്ലണ്ടിലാണ്. 1780 റോബർട്ട് റൈസ് ആണ് അതിന്റെ ഫൗണ്ടർ. എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? കുഞ്ഞുങ്ങൾ ഫാക്ടറിയിൽ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെ ധാർമ്മിക മൂല്യം വളർത്തുവാനും ദൈവസ്നേഹം തിരുവചനത്തിലൂടെ പകർന്നു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു കാര്യമാണ് ഈ സൺഡേ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, ഇനി ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സൺഡേ സ്കൂൾ ഭാരതത്തിൽ. സൺഡേ സ്കൂൾ ഭാരതത്തിൽ. അപ്പോ സൺഡേ സ്കൂൾ ഭാരതത്തിലാണ്. നമ്മൾ ഭാരത ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരു വ്യക്തി ഭാരതത്തിൽ വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു, അല്ലെ? ആരായിരുന്നു ആ അപ്പോസ്തലൻ? തോമസ്. സെന്റ് തോമസ്, അല്ലെങ്കിൽ വിശുദ്ധ തോമസ് ലീഗ, അല്ലെ? തോമസ് ലീഗ അപ്പോസ്തലൻ ചരിത്രം പഠിക്കുമ്പോൾ AD 52 കാലഘട്ടത്തിൽ വന്നു എന്ന് വിശ്വസിക്കപ്പെടും. ഓക്കെ, അപ്പോ ഈ ഭാരതത്തിൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനം കൊണ്ടുവന്നത് സെറാംപൂർ മിഷണറിമാരിൽ മിഷണറിമാരായിട്ട് വന്ന വില്യം കേരി എന്ന വ്യക്തിയാണ്. തന്നോടൊപ്പം മറ്റ് രണ്ടുപേരും കൂടെ അസോസിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. വില്യം കേരി, വില്യം വാർഡ്, ജോഷുവ മാർഷ്മാൻ. ഈ 3 പേര് വളരെ പ്രധാനമാണ്. ഒന്ന് വില്യം കേരി. വില്യം കേരിയെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അല്ലെ? വില്യം കേരി താനും ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാണ്. താനൊരു ചെരുപ്പുകുത്തിയായിരുന്നു. എന്നാൽ തനിക്ക് ദൈവശബ്ദം കേട്ട് ഭാരതത്തിലേക്ക് ദൈവവിളി ഉണ്ടായി. താനും തന്റെ ഭാര്യയും മക്കളുമായിട്ട് യാത്ര ചെയ്ത് വരികയാണ്, അല്ലെ? സ്വന്തമായിട്ട് ശവപ്പെട്ടി പോലും ഉണ്ടാക്കിയിട്ട് കപ്പൽ വഴിയാണ് യാത്ര ചെയ്ത് വരേണ്ടത്. എന്ന് പറഞ്ഞാൽ 2-3 മാസം എടുക്കും യാത്ര ചെയ്ത് വരണമെങ്കിൽ, അല്ലെ? അപ്പൊ ഇതിനിടയ്ക്ക് എന്തെങ്കിലും രോഗം വന്നാൽ ചികിത്സ കിട്ടത്തില്ല. മരണം വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും അവർക്കുള്ള ശവപ്പെട്ടിയും കൂടെയാണ് കൊണ്ട് വരുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ താൻ കൽക്കട്ടയിൽ സെറാംപൂർ എന്ന സ്ഥലത്ത് കടന്നു വരികയും അവിടെ നിന്ന് ഏകദേശം 29 ഇന്ത്യയുടെ വിവിധ ഭാഷകൾ താൻ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യപ്പെടാനിടയായി. അപ്പോ ഈ സെറാംപൂർ മിഷണറിമാരായ വില്യം കേരി, വില്യം വാർഡ് വാർഡ് സ്പെല്ലിംഗ് എന്താ? WARD, വില്യം വാർഡ്. മൂന്നാമത്തത് ജോഷുവ മാർഷ്മാൻ, MARSSHMAN, മാർഷ്മാൻ.
വില്യം കേരി, CARRY, കേരി, വില്യം വാർഡ്, WAR, മാർഷ്മാൻ, MARSHMN, മാൻ. അപ്പോ എന്നിട്ടാണ് സെറാംപൂറിലേക്ക്, ഇന്ത്യയിലെ കൽക്കട്ടയ്ക്ക് അടുത്ത് സെറാംപൂർ എന്ന സ്ഥലത്താണ്. ഇത് ഏത് വർഷത്താണെന്ന് അറിയാമോ? 1800-ലാണ്. 1800-ലാണ് സെറാംപൂർ മിഷണറിമാരായ വില്യം കേരി, വില്യം വാർഡ്, ജോഷുവ മാർഷ്മാൻ എന്നീ 3 പേർ കൽക്കത്തയിലെ സെറാംപൂറിൽ ആരംഭിച്ച സ്കൂളാണ് ഇന്ത്യയിൽ ഈ പ്രസ്ഥാനത്തിന്റെ ആരംഭം. അപ്പോൾ ഭാരതത്തിൽ സൺഡേ സ്കൂൾ വന്നത് എപ്പോഴാണ്? 1800-ലാണ്. 1800 ഓഗസ്റ്റ് മാസത്തിലാണ്. ആരാണ് കൊണ്ടുവന്നത്? സെറാംപൂർ മിഷണറിമാരായ വില്യം കേരി, വില്യം വാർഡ്, ജോഷുവ മാർഷ്മാൻ. ഈ മൂന്ന് പേരെയും സെറാംപൂർ ട്രയോ എന്നറിയപ്പെടുന്നു, ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നു. ത്രിമൂർത്തികൾ. അപ്പോ 1800 ഓഗസ്റ്റ് മാസത്തിലാണ് കൊണ്ടുവന്നത്. അത് എവിടെയാണ്? ഇന്ത്യയിൽ കൊൽക്കത്തയിൽ സെറാംപൂർ എന്ന സ്ഥലത്താണ്. അവിടെയാണ് നമുക്ക് സെറാംപൂരിന്റെ വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട്. ദൈവകൃപയാൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്ക് BD പഠിക്കുവാനും അതുപോലെ തന്നെ മാസ്റ്റർ ഡിഗ്രി എടുക്കാനായിട്ട് ദൈവം സഹായിച്ചു. അവിടെ പോകാനും എന്റെ കോൺവെക്കേഷൻ ഒക്കെ അവിടെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു പലരും അവിടെ പോയിട്ടുണ്ടായിരിക്കും. അവിടെ നിങ്ങൾ നാട്ടിലൊക്കെ വരുമ്പോൾ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. 1800-കളിലൊക്കെ സ്ഥാപിച്ച ബിൽഡിംഗ് ഒക്കെയാണ്. അപ്പോ ഇതാണ് ഭാരതത്തില് രൂപം കൊണ്ട സൺഡേ സ്കൂൾ. അപ്പോ ഇത് ഓഗസ്റ്റ് മാസത്ത് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നു. 40 വിദ്യാർത്ഥികളുമായി ആണ് ഈ സൺഡേ സ്കൂളിൽ ആരംഭിച്ചത്. 40 വിദ്യാർത്ഥികളോടുകൂടെ ഈ സൺഡേ സ്കൂൾ ഇന്ത്യയിൽ കൽക്കട്ടയിൽ സെറാംപൂർ എന്ന സ്ഥലത്ത് 40 വിദ്യാർത്ഥികളുമായി സൺഡേ സ്കൂൾ ആരംഭിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ അതേ വർഷം ഡിസംബർ മാസം ആയപ്പോഴേക്കും അത് നിന്നുപോയി. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം ആയപ്പോഴേക്കും ഈ പ്രസ്ഥാനം നിന്നുപോയി. എന്നാൽ വീണ്ടും 1802 2 വർഷം കഴിഞ്ഞ ശേഷം 1802 1802 വീണ്ടും സ്കൂൾ ആരംഭിക്കുകയും ക്രിസ്തീയ കുട്ടികളെ വിദ്യാർത്ഥികളുമായി ചേർക്കുകയും ചെയ്തു. അപ്പൊ 1800-ലാണ് ആദ്യമായിട്ട് സ്ഥാപിച്ചത്. പക്ഷെ അത് 4 മാസമേ നീണ്ടു നിന്നുള്ളൂ. 40 വിദ്യാർത്ഥികളുമായിട്ട് കൽക്കത്തയിൽ സെറാംപൂർ എന്ന സ്ഥലത്ത് ഈ പ്രസ്ഥാനം ആരംഭിച്ചു. എന്നാൽ 4 മാസം കഴിഞ്ഞ് അത് നിന്നുപോയി. ഡിസംബറിൽ തന്നെ അതേ വർഷത്തിൽ നിന്നുപോയെങ്കിലും തുടർന്ന് 2 വർഷത്തിന് ശേഷം 1802 ഇത് വീണ്ടും പുനർ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് 1803 പിറ്റേ വർഷം ജൂലൈ 9-ാം തീയതി ഈ സ്കൂളിന്റെ പശ്ചാത്തലത്തിൽ സൺഡേ സ്കൂൾ ആരംഭിച്ചു. അപ്പോൾ ആദ്യം ഒരു സ്കൂളായിട്ടാണ് 1800-ൽ സ്ഥാപിച്ചത്. പിന്നെ 1803-ലാണ് ജൂലൈ 9-ാം തീയതി ഈ സ്കൂളിന്റെ പശ്ചാത്തലത്തിൽ സൺഡേ സ്കൂൾ ആരംഭിച്ചു. അപ്പോൾ ആദ്യമായിട്ട് സൺഡേ സ്കൂൾ പഠിപ്പിച്ച ലാംഗ്വേജ്, അതായത് ഇന്ത്യയിൽ ഇംഗ്ലീഷിലും ബംഗാളിയിലും ആയിരുന്നു ആദ്യത്തെ സൺഡേ സ്കൂൾ. ഭാരതത്തിൽ അവരുപയോഗിച്ചിരുന്ന ഭാഷകൾ ഇംഗ്ലീഷിലും ബംഗാളിയിലുമായിരുന്നു. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മതോപദേശം നൽകുക എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. മതോപദേശം, റിലീജിയസ് ഡോക്ട്രിൻ. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? 1800-ലാണ് ഈ സൺഡേ സ്കൂൾ എന്നുള്ള ആ ഒരു പ്രസ്ഥാനം ഭാരതത്തിലേക്ക് വന്നത്. 3 വ്യക്തികളാണ്. അത് സെറാംപൂർ ട്രയോ എന്നറിയപ്പെടുന്ന വില്യം കേരി, വില്യം വാർഡ്, ജോഷുവ മാർഷ്മാൻ. നിർഭാഗ്യവശാൽ 4 മാസത്തിനകം അതേ വർഷം ഡിസംബറിൽ തന്നെ ആ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം നിന്നുപോയെങ്കിലും തുടർന്ന് 2 വർഷത്തിന് ശേഷം 1802 ഇത് പുനഃസ്ഥാപിക്കപ്പെടുകയും പിന്നെ 1 വർഷം കൂടെ കഴിഞ്ഞിട്ട് 1803 ഇത് സൺഡേ സ്കൂൾ എന്ന രൂപത്തിൽ ഇത് ആരംഭിക്കുകയും ചെയ്തു. ഇംഗ്ലീഷിലും ബംഗാളിയിലുമായിരുന്നു ആദ്യം സൺഡേ സ്കൂൾ പഠിപ്പിച്ചിരുന്നത്. ഏകദേശം 40 കുഞ്ഞുങ്ങളാണ് ആദ്യം ഈ സൺഡേ സ്കൂൾ പഠിക്കാനായിട്ട് വന്നത്.
ഓക്കെ, ഇനി ചില വർഷങ്ങളാണ്, ആ വർഷങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. 1919 1819 ബാപ്റ്റിസ്റ്റ് സഭ 1819 ബാപ്റ്റിസ്റ്റ് സഭ ഒന്നാമത്തെ സൺഡേ സ്കൂൾ അസോസിയേഷൻ സ്ഥാപിച്ചു. അപ്പോൾ ഈ സൺഡേ സ്കൂള് ക്രമേണ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ സൺഡേ സ്കൂൾ അസോസിയേഷനായിട്ട് അങ്ങനെ സ്ഥാപനം ഉണ്ടായത് 1819 അത് ബാപ്റ്റിസ്റ്റ് സഭക്കാരാണ് ഒന്നാമത്തെ സൺഡേ സ്കൂൾ അസോസിയേഷൻ സ്ഥാപിച്ചത്. 1876 1876 അലഹബാദ് എന്ന സ്ഥലത്ത് വെച്ച് ആദ്യത്തെ സൺഡേ സ്കൂൾ കൺവെൻഷൻ കൂടി. ദി ഫസ്റ്റ് സൺഡേ സ്കൂൾ കൺവെൻഷൻ which held in Allahabad 1876. 1876 അലഹബാദ് എന്ന സ്ഥലത്ത് വെച്ച് ആദ്യത്തെ സൺഡേ സ്കൂൾ കൺവെൻഷൻ കൂടി. അതേ വർഷം തന്നെ ഇത് ISSU, അതായത് ഇന്ത്യ സൺഡേ സ്കൂൾ യൂണിയൻ എന്ന രൂപം കൊണ്ടു. ISSUവിനും രൂപം കൊണ്ടു. 1876 തന്നെ ഇന്ത്യ സൺഡേ സ്കൂൾ യൂണിയൻ ISSU. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട വർഷം. അത് കഴിഞ്ഞിട്ട് 19-ാം നൂറ്റാണ്ടിൽ മനഃശാസ്ത്രം അല്ലെങ്കിൽ ഈ കൗൺസിലിംഗ് എന്നത് സൈക്കോളജി, 19-ാം നൂറ്റാണ്ടിൽ മനഃശാസ്ത്ര പഠന വിഭാഗം പുരോഗമിച്ചതോടുകൂടി വിദ്യാഭ്യാസ രംഗത്ത് അവയുടെ നില സ്വാധീനമുണ്ടാക്കി. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ എഡ്യൂക്കേഷൻ സാവധാനം അത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടായിരിക്കുമ്പോഴേക്കും മനഃശാസ്ത്ര പഠന വിഭാഗം പുരോഗമിച്ചതോടുകൂടി വിദ്യാഭ്യാസ രംഗത്തും അവയുടെ സ്വാധീനം ഉണ്ടാകാനായിട്ടിടയായി. അപ്പോൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഈ കൗൺസിലിംഗ് വിഭാഗമായ അല്ലെങ്കിൽ മനഃശാസ്ത്ര വിഭാഗമായ വിഷയം കൂടെ ചേർക്കാനായിട്ടിടയായി. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും മനസ്സിലാക്കുന്നതിനും തന്മൂലം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതിന്റെ ഘടനയിലും അവതരണങ്ങൾക്ക് മാറ്റമുണ്ടാവുകയും ചെയ്തു. ഓക്കെ, അത്രയും മനസ്സിലായിരുന്നു. അപ്പോൾ 19-ാം നൂറ്റാണ്ടോടുകൂടി മനഃശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ മനഃശാസ്ത്ര പഠന വിഭാഗം പുരോഗമിച്ചതോടുകൂടി വിദ്യാഭ്യാസ രംഗത്തും കാര്യമായിട്ടുള്ള മാറ്റങ്ങളും അതിന്റെ ഘടനയ്ക്കും ഒക്കെ മാറ്റമുണ്ടായി. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇത് പിന്നെ പഠനത്തിന്റെ ഒരു ഭാഗമായി തീരപ്പെടുവാനായിട്ട് ഇത് കുട്ടികളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും മനസ്സിലാക്കുന്നതിനും തന്മൂലം വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതിന്റെ ഘടനയ്ക്കും രീതികൾക്കും അവതരണങ്ങൾ മാറ്റം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഓരോ കുട്ടികൾക്കും അവരുടേതായ മനസ്സ് അല്ലെങ്കിൽ മനസ്സിലാക്കി അവരുടെ കഴിവുകൾക്ക് അനുസരിച്ചുള്ള പഠനഭാഗം
രൂപപ്പെടുകയും ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇത് കുട്ടികളുടെ വളർച്ചയ്ക്കനുസരിച്ച് പാഠ്യവിഷയങ്ങളിൽ മാറ്റം വരുത്തുകയും കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള അവരുടെ കഴിവുകൾക്കനുസൃതമായ വിദ്യാഭ്യാസവും പ്രായോഗിക പരിശീലനവും നൽകി കൊടുക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ മനഃശാസ്ത്ര വിഭാഗം രംഗത്ത് വന്നതോടെ ഓരോ കുട്ടിയുടെയും കഴിവ് മനസ്സിലാക്കി അവരുടേതായ രീതിയിൽ ഇറങ്ങിച്ചെന്ന് അവരെ മനസ്സിലാക്കാനും പഠിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ഓരോ കുട്ടികൾക്കും അന്തർലീനമായിരിക്കുന്ന അവരുടെ കഴിവുകൾക്കനുസൃതമായിട്ട് വിദ്യാഭ്യാസവും പ്രായോഗിക പരിശീലനങ്ങളും നൽകിക്കൊടുത്തു എന്നുള്ളത്. ഓക്കെ, ഇന്ന് ഈ മനഃശാസ്ത്രം വളരെ ശക്തിയായിട്ട് നിലകൊള്ളുകയാണ് അല്ലെ. ഓരോ സ്ഥാപനങ്ങളിലാണെങ്കിലും ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും മറ്റ് ഇതര ഓഫീസുകളിലാണെങ്കിലും ഒരു കൗൺസിലർ അല്ലെങ്കിൽ കൗൺസിലിംഗ് പോസ്റ്റ് ഉണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ജീവിതത്തിൽ സ്ട്രെസ് ഒക്കെ നിറഞ്ഞാണ് വരുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ബിസിയാണ്. അപ്പോൾ അവരെ കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ അംഗീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇപ്പോൾ സ്കൂളുകളിൽ പോലും ഒരു കൗൺസിലർ ഉണ്ട് എന്നുള്ളതാണ്. കുട്ടികളുടെ വൈകാരിക പ്രയാസങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ അത് സഹായിക്കും എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ ഓക്കെ, ഇത് മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, കുറച്ചുപേരെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവർക്കെല്ലാം എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് അപ്പോൾ ഈ മനഃശാസ്ത്രത്തിന്റെ ആ ഒരു സ്വാധീനമാണ് പിന്നെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കഴിവുകൾക്കനുസരിച്ച് പാഠപദ്ധതികൾ തയ്യാറാക്കുകയും അത് പ്രായോഗികമായ തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വിഷയം സാധിച്ചു എന്നുള്ളതാണ്. അപ്പോ ഈ പറയപ്പെട്ട വസ്തുതകളിൽ നിന്നും ക്രിസ്തീയ വിദ്യാഭ്യാസം പരമ്പരാഗതമായി എങ്ങനെ നിലകൊണ്ടു കാലാനുസൃതമായി അവളുടെ വളർച്ചയ്ക്ക് എത്തിയതാണെന്നും മനസ്സിലാക്കാവുന്നു. അപ്പോ ഈ മനസ്സിലാക്കലുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം അതിൻ്റെതായിട്ടുള്ള സ്വാധീനം ഓരോ കാലഘട്ടത്തും വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോ അടുത്ത് ക്രിസ്തീയ വിദ്യാഭ്യാസവും ശുശ്രൂഷകന്മാരും എന്നുള്ളതാണ് അടുത്ത ഹെഡിങ്. ക്രിസ്തീയ വിദ്യാഭ്യാസവും ശുശ്രൂഷകന്മാരും, ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ആൻഡ് മിനിസ്റ്റേഴ്സ്. അപ്പോ ഇവിടെ ഈ ടോപ്പിക് നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ ഓരോ ശുശ്രൂഷകർക്കും വളരെ പങ്കുണ്ട് എന്നുള്ളതാണ്. ചില പാസ്റ്റർമാര് ഈ ശുശ്രൂഷ നിർദ്ദേശിക്കുമ്പോൾ പാസ്റ്ററൽ മിനിസ്റ്റർ മാത്രമല്ല, വിശുദ്ധ വേദോസ്തം പഠിക്കുമ്പോൾ 5 വിധ ശുശ്രൂഷയുണ്ട് അല്ലേ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ അല്ലേ. അപ്പോ ഓരോരുത്തർക്കും ഇതെല്ലാം ദൈവിക ശുശ്രൂഷ ആയിരിക്കെ തന്നെ അതിന്റെ ഫങ്ഷനിങ്ങിന് വ്യത്യാസമുണ്ട് അല്ലേ. എന്താണ് അപ്പോസ്തലന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്? വാട്ട് ഇസ് ദ റോൾ ഓഫ് അപ്പോസ്തൽസ്? ഒരു സ്ഥലത്ത് പോവുക, ദൈവം കാണിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കടന്നു പോവുക, അവിടെ പോയി ജനങ്ങളോട് സുവിശേഷം പറയുക, രക്ഷിക്കപ്പെടുന്നവരെ ഒരു ഗ്രൂപ്പായിട്ട് കൂട്ടി അവരെ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്നു, അതിൽ നിന്ന് തന്നെ ഒരു ലീഡറിനെ നിയമിക്കുന്നു, അവരുടെ അധ്യക്ഷനായിട്ട് നിയമിച്ചിട്ട് ആ അപ്പോസ്തലൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അല്ലേ. അവിടെ തന്റെ ഡ്യൂട്ടി തീരുകയാണ്. പിന്നെ വർഷത്തിലൊന്നോ 6 മാസത്തിലൊന്നോ ഒക്കെ വന്ന് കാണുകയുള്ളൂ അല്ലെ. അതോടുകൂടെ പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ അവരുടെ വിശ്വാസികളിൽ നിന്ന് തന്നെ ഒരാളെ എക്യൂപ്പ് ചെയ്ത് അവരെ അതിലേക്ക് ആക്കുകയാണ്. അടുത്ത പ്രവാചകന്മാർ, അവരും ദൈവിക ശുശ്രൂഷകരാണ്. എന്താണ് പ്രവാചകന്റെ ദൗത്യം എന്ന് പറയുന്നത്? ദൈവത്തിൽ നിന്ന് ദൈവിക അരുളപ്പാടുകൾ കേൾക്കുന്നു, അത് അതേപടി ഒരു മായവും ചേർക്കാതെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നു അല്ലേ. മീൻസ് ദൈവത്തിന്റെ മൗത്ത് പീസ് ഓഫ് ഗോഡ് എന്നാണ്. പ്രവാചകൻ ഒരു മൈക്രോഫോൺ മാത്രമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം പറയാനായിട്ടുള്ള ഒരു മാധ്യമം മാത്രമാണ് അല്ലേ. അപ്പോ എല്ലാവർക്കും പ്രവാചകൻ ആയിരിക്കാൻ കഴിയുകയില്ല. പ്രവാചകൻ എന്ന് പറയുന്നത്
നമ്മുടെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം ഒക്കെ പറയുന്ന വ്യക്തിയാണ് അല്ലേ. ഇന്നത്തെ പ്രവാചകൻ നമ്മുടെ ഭാവി മാത്രമേ പറയുള്ളൂ അല്ലേ. അതാർക്കും പറയാൻ പറ്റൂല്ലേ, അത് പുരുഷനും പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവരും പ്രവാചകർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോ ഓക്കെ, ഭാവി നമുക്ക് ആർക്കും പറയാനായിട്ട് കഴിയും. പക്ഷേ ദൈവിക വെളിപ്പാട് ഒരു വ്യക്തി പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഇത് ദൈവത്തിൽ നിന്ന് വന്നതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് പ്രവാചകന്റെ ദൗത്യമാണ്. അപ്പോൾ പ്രവാചകൻ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പരിജ്ഞാനത്തോടുകൂടെ ദൈവം പറയുന്ന കാര്യങ്ങൾ അവരോട് പറയുക എന്നുള്ളതാണ്. അടുത്ത സുവിശേഷകൻ, എല്ലാവരും സുവിശേഷകരാണ്, ഇവാഞ്ചലിസ്റ്റ് അല്ലെ. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഏതൊരു വ്യക്തിയും സുവിശേഷകനാണ്. എന്ന് പറഞ്ഞ സുവിശേഷം എന്ന സത്വാർത്ത, ഗുഡ് ന്യൂസ്, അത് മറ്റുള്ളവരോട് പറയാൻ അതിന് പ്രത്യേക പഠനമോ പ്രത്യേക അറിവോ ആവശ്യമില്ല. യേശുവിനെ നമ്മൾ എങ്ങനെ സ്വീകരിച്ചോ ആ നമുക്കുണ്ടാകുന്ന അനുഭവം, ഉണ്ടായ അനുഭവം അത് മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. അപ്പോ ചില വിശ്വാസികളെ സംബന്ധിച്ച് പാസ്റ്റർ ദൗത്യമല്ലേ സുവിശേഷം പറയുക. നോ, വിശ്വസിച്ച് വന്ന അല്ലെങ്കിൽ കർത്താവിനെ വിശ്വസിക്കുകയും തിരുമേശക്ക് അനുഭവിക്കുന്ന എല്ലാവർക്കും സുവിശേഷകരാണ്. അതെല്ലാവർക്കും ആ ടൈറ്റിൽ നമുക്ക് കൊടുക്കാൻ കഴിയും അല്ലേ. എന്നാൽ അടുത്തതാണ് ഇടയന്മാർ, പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇടയന്മാർ. അപ്പോൾ ഇടയന്മാർ എന്ന് പറയുമ്പോൾ അതിന് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു മിനിസ്ട്രി ഉണ്ടല്ലേ. ഇടയന്മാർ എന്ന് പറയുമ്പോൾ എ ഗ്രൂപ്പ് ഓഫ് ലീഡർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഗ്രൂപ്പിന്റെ ലീഡറാണ്. അത് ചിലപ്പോൾ 50 ആകാം, 500 ആകാം, 5000 ആകാം അല്ലെ. 5 ആണെങ്കിലും 50 ആണെങ്കിലും ദൈവം പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ 5-ാം അധ്യായം പഠിക്കുമ്പോൾ നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാൻ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക എന്നുള്ളത് അല്ലെ. അപ്പോ ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം തന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന, ഇതിലെ വായിക്കുന്നു, അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കുക എന്നതാണ്. ഓക്കെ, അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ഇടയൻ എന്നുള്ളതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇടയ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ജനങ്ങളെ പരിപാലനം അല്ലെങ്കിൽ കെയർ, പാസ്റ്ററൽ കെയർ, പരിപാലിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ എല്ലാവരെയും നമുക്ക് പാസ്റ്റർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല അല്ലെ. ഒരു സുവിശേഷകൻ എന്ന് പറയുമ്പോൾ എല്ലാവരും സുവിശേഷകരാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, നമ്മൾ വാക്കാൽ പറയുന്നു, വായാൽ പറയുന്നു, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ നമ്മൾ മെസ്സേജുകൾ അയക്കുന്നു, ദൈവിക സന്ദേശങ്ങൾ, വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ആപ്റ്റായിട്ടുള്ള ദൈവവചനങ്ങൾ പകർന്നു കൊടുക്കുന്നു. അത് നമ്മൾ സുവിശേഷ വേലയുടെ ഒരു ഭാഗമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ ദുരുപയോഗം ചെയ്യരുത് അല്ലേ. ഇപ്പം ബൈബിൾ ഇല്ലാത്ത ആരും തന്നെ കാണത്തില്ല അല്ലേ. കുറഞ്ഞത് 2 ബൈബിളെങ്കിലും കാണും അല്ലേ. ഒന്ന് നമ്മുടെ മദർ ടങ്ങിലുള്ള, മാതൃഭാഷയിലുള്ള ഒരു ബൈബിളും, അപ്പോൾ തന്നെ ഇംഗ്ലീഷോ ഹിന്ദിയോ അഡീഷണൽ ആയിട്ട് കാണും അല്ലേ. അങ്ങനെ ഒരാൾക്ക് 2 ബൈബിൾ മിനിമം കാണും. അപ്പോൾ തന്നെ ചിലർ രാവിലെ എണീറ്റ് ഇത് തന്നെ പരിപാടി. ഞാൻ ചിന്തിക്കും, ഇത് എവര് ബൈബിൾ വായിക്കുന്നുണ്ടോ, മൊബൈലിൽ നിന്ന് വരുന്ന അതേ കാര്യം അത് ഒന്നേ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ കട്ട് ചെയ്തോ അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അയക്കുന്ന സമയത്ത് ഈ വ്യക്തിക്ക് വായിക്കാൻ സമയമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഓക്കെ, സുവിശേഷകൻ എന്ന രീതിയിൽ എല്ലാവർക്കും ആ ടൈറ്റിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ പാസ്റ്റർ നമുക്ക് എല്ലാവരെയും ഉപയോഗിക്കാനായിട്ട് കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ ചിലര് എല്ലാവരെയും പാസ്റ്റർ എന്ന് വിളിക്കും. പക്ഷെ പാസ്റ്ററിന്റെ അർത്ഥം കുറച്ച് വിശ്വാസികളെങ്കിലും ലീഡ് ചെയ്യുന്നവരായിരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്ത് വരുന്നത് ഉപദേഷ്ടാക്കന്മാർ, ഇംഗ്ലീഷിൽ ടീച്ചേഴ്സ് എന്ന് വരും, അല്ലെങ്കിൽ കൗൺസിലേഴ്സ് എന്ന് പറയും. ഉപദേഷ്ടാക്കൻ, കൗൺസിലേഴ്സ്. അപ്പോൾ അത് പ്രത്യേകം ട്രെയിനിങ് ലഭിച്ചവർക്ക് മാത്രമേ ആ കോഴ്സ് ചെയ്യാനായിട്ട് കഴിയും. എല്ലാവർക്കും ഒരു വ്യക്തിയെ കൗൺസിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ആധികാരികമായിട്ട് ക്രമീകൃതമായിട്ട് ആ വ്യക്തിയെ അതിൻ്റെതായ രീതിയിൽ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആ കാര്യം നമ്മൾ പഠിച്ചെങ്കിലേ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 5 ടൈറ്റിലുണ്ട്. അതില് ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകൻ, എല്ലാവരെയും, അത് കർത്താവിനെ അറിഞ്ഞ എല്ലാവരും സുവിശേഷകരാണ്. പൗലോസ് പറയുന്നത് എന്താണ്? സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്നാണ് അല്ലേ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നെന്ന്. അപ്പോ നമ്മൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അത് ദോഷമാണ്. അപ്പോൾ മറ്റുള്ളവരോട് ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും നമ്മൾ കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന സ്നേഹം അവരുമായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, അതാണ് സുവിശേഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ
ഇവിടെ ക്രിസ്തീയ വിദ്യാഭ്യാസം ശുശ്രൂഷകന്മാരും എന്നുള്ളതാണ്. അപ്പൊ ഈ 5 വിധ ശുശ്രൂഷകന്മാർ, ഇനി ഈ 5 വിധത്തിലുള്ള ശുശ്രൂഷകൾ മാത്രമല്ല, വ്യത്യസ്തമായ കൃപാവരങ്ങളുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്, മറ്റ് മിഷണറിമാരായിട്ട് ജയിലുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ വ്യത്യസ്തരമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് അല്ലെ. ദൈവം ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം അല്ലെ. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ ശ്രമിക്കുകയും അല്ലെ. അപ്പോൾ നമ്മളെല്ലാവരും ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് അല്ലെ. ചിലവരൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ ഏതെങ്കിലും മേഖലകളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോരുത്തരുടെയും കോളിംഗ് വ്യത്യസ്തമാണ് അല്ലെ. അപ്പോൾ ഇതില് ഫുൾ ടൈം സുവിശേഷ പാസ്റ്ററായിട്ടിരിക്കുന്നവരുണ്ടാകാം, പാർട്ട് ടൈം കർത്താവിന്റെ വേല ചെയ്യുന്നവരുണ്ടാകാം, ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ അതേ രീതിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നവരുണ്ടാകാം. ഓക്കെ, ഇത് മനസ്സിലാക്കണം. നമ്മൾ പരസ്പരം ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ദൈവം എങ്ങനെയാണോ നമ്മളെ വിളിച്ചിരിക്കുന്ന ആ രീതിയിൽ നമ്മൾ ആയിരിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ ഞാനൊരു ഫുൾ ടൈം ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതേ രീതിയിൽ തന്നെ ആകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിത രീതിയോ അല്ലെങ്കിൽ ആ ഒരു രീതി ആയിരിക്കത്തില്ല അവർക്കല്ലേ. ചിലപ്പോൾ അവർക്ക് ഒത്തിരി ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാകും. ദൈവം അവരെ വിളിച്ചിരിക്കുന്ന ജോലിയോടുള്ള ബന്ധത്തിലോ പാർട്ട് ടൈം ആണെങ്കിൽ നമ്മൾ ഫുൾ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയൊരു അബദ്ധമാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പ്രവാചകന്മാരുടെ വാക്ക് കേട്ട് പോകുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. എന്ത് പ്രവാചകൻ പറയുന്നു അത് കേൾക്കും, ദൈവം പറയുന്നത് എന്താണെന്ന് കേൾക്കാനായിട്ട് മനസ്സില്ല. ഈ അടുത്ത എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ ഞാനൊരു ഞങ്ങളുടെ കൂടെ ഈ പരസ്യത്തിനൊക്കെ വരുന്ന ഒരു ദേവദാസനാണ്. പുള്ളി നന്നായിട്ടൊക്കെ പ്രസംഗിക്കും. നമ്മുടെ ഈ ബൈബിൾ കോളേജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് പറയാം, വേറെ പുറത്തുള്ള ആരും ഇല്ലല്ലോ. ഓക്കെ, പുള്ളി നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. പരസ്യത്തിനൊക്കെ നന്നായിട്ട് ആൾക്കാർ കേട്ട് നിന്ന് പോകും. ആ രീതിയിൽ നല്ല വൊക്കാബുലറൊക്കെ ഉപയോഗിച്ച് പ്രസംഗിക്കും. പക്ഷെ പുള്ളിക്ക് അറിഞ്ഞോ അറിയാതെ ഒരു കാര്യമുണ്ട്, പ്രവാചകൻ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പുള്ളി അവിടെ നിൽക്കും. എത്ര തിരക്കാണെങ്കിലും അവിടെ നിന്ന് ഒന്ന് പ്രാർത്ഥിപ്പിച്ചിട്ടേ പോകുള്ളൂ. പുള്ളിയുടെ വായിൽ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പുള്ളി പോകത്തില്ല. ഇപ്പൊ ഒരു പ്രവാചകന്മാരെ സൂക്ഷിക്കണം, ദൈവം പറയാതെ ഒന്നും പറയരുത് അല്ലേ. അയ്യോ എന്റെ അടുത്ത് വന്നതാണ്, ഒരു എന്തോ അരുളപ്പാട് കേൾക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്, എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവരെന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന ചിന്തയോടെ നമ്മൾ പറയരുത് അല്ലെ. അത് നമ്മുടെ ശുശ്രൂഷയും ബാധിക്കും, കേൾക്കുന്ന വ്യക്തിയും ബാധിക്കും. പക്ഷെ ഈ വ്യക്തി എന്ത്, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഫുൾ ടൈം പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്കാണ്, ഇതുപോലെ പാർട്ട് ടൈം ആയിട്ട് ജോലിയൊന്നും പോരുത്. ഓൾറെഡി ഈ വ്യക്തി, ഈ പറയപ്പെടുന്ന എന്റെ സ്നേഹിതൻ, താൻ ഏതോ ഒരു കാരണവശാൽ എങ്ങനെ കടം വന്നെന്ന് പുള്ളിക്ക് പോലും അറിയത്തില്ല. 2 മക്കളുണ്ട്, അപ്പനും അമ്മയും ഉണ്ട്. അപ്പനും ജോലിക്ക് പോകുന്നുണ്ട്, അമ്മയും ജോലിക്ക് പോകുന്നുണ്ട്. ഈ വ്യക്തി പാർട്ട് ടൈം ജോലിയും കൂടെ ചെയ്തിട്ടാണ് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്ക് എങ്ങനെയൊക്കെ കടം വന്നു, ലോൺ എടുത്തു, അങ്ങനെ സമയത്തിന് അടയ്ക്കാൻ കഴിയാതെ വന്നു, അങ്ങനെ ഇൻട്രസ്റ്റ് കയറി, അങ്ങനെ എന്തൊക്കെ കടം കയറി വന്നു. അപ്പോൾ ഈ വ്യക്തി തട്ടിമുട്ടി അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ദേവദാസൻ, ഇനി ദൈവിക അരുളപ്പാടുണ്ടായിട്ട് പറഞ്ഞതാണോ എന്ന് അറിയത്തില്ല, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കാനല്ല, പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക്. ഈ വ്യക്തി ഒന്നും തിരിഞ്ഞും ഒന്നും നോക്കാതെ, ഈ കടമല്ല, സാമ്പത്തിക വലിയ കടഭാരമൊക്കെ ഉണ്ട്, അതെല്ലാം വിട്ടിട്ട് പൂർണ്ണമായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. എന്താണ് പൂർണ്ണ സുവിശേഷ വേല എന്ന് പോലും മനസ്സിലാക്കാതെ ഇറങ്ങി. പുള്ളി വിചാരിച്ചെന്തുവാ, ഞാൻ ഭൗതികമായി ജോലിക്ക് പോകരുത്, രാവിലെ എഴുന്നേറ്റ് ബൈബിൾ എടുത്തുകൊണ്ട് വീട്ടിലിരിക്കുക. പക്ഷെ ദൈവം പൗലോസ് പറയും, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് എന്താണ് നമ്മൾ അധികം ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. പുള്ളിയുടെ വൈഫ് പെട്രോൾ പമ്പിൽ പോവുകയാണ്. പുള്ളി ഈ സ്വിഗ്ഗിയില് ഫുഡൊക്കെ കൊണ്ടു കൊടുക്കാൻ ഡോർ ടു ഡോർ പോവുകയാണ്. വളരെ വിഷമമായ ഒരു കാര്യം. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ എന്തൊക്കെ ഒരു പരിധി ഉണ്ടല്ലേ. ഭീമമായ കടഭാര നമുക്ക് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് കൊടുക്കാൻ പറ്റിയ 62,000 രൂപ കൊടുക്കാൻ പറ്റുമോ? അത് എന്നും കൊടുക്കാൻ പറ്റുമോ? വളരെ ഇപ്പോ പ്രവാചകന്റെ വാക്കും കേൾക്കണ്ട. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ അറിവിനനുസരിച്ച് പറയും, അങ്ങനെയല്ല. ദൈവം നമുക്ക് തരുന്ന ഒരു ദൈവിക ഒരു ഗൈഡൻസ് തരും. ആ ഗൈഡൻസ് പ്രകാരം ഇനി ആരെന്ത് പറഞ്ഞാലും, പ്രവാചകൻ പറഞ്ഞാൽ അത് ദൈവവാക്കാണോ എന്ന് നമ്മൾ സ്വയം പരിശോധിച്ചാൽ മതി അല്ലേ. നമ്മൾ ഏറ്റവും വലിയ പ്രവചനം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുക അല്ലേ. നമുക്ക് ഓരോ ദിവസവും ആവശ്യമായിട്ടുള്ള പ്രോമിസ്, ദൈവിക വാഗ്ദത്തം ഇതിലുണ്ട്. നമ്മൾ രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷായി നല്ല മനസ്സോടുകൂടെ ഒരു 5 വാക്യമാണ് വായിക്കുന്നത്, അല്ല ഒരു അധ്യായമാണ് വായിക്കുന്നത്, അത് ധ്യാനിച്ച് വായിച്ചു കഴിഞ്ഞാൽ അന്ന് നമുക്ക് ജീവിക്കാനുള്ള എല്ലാ ബുദ്ധി ദൈവം ഉപദേശിച്ച് തരും എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രവചനം അല്ലേ. ഇനി ഒരു പ്രവാചകനും തലയിൽ കൈവച്ച് പറയേണ്ട കാര്യമില്ല. ദൈവജനം പറയുന്നു, നീ എന്റെ വിശുദ്ധ സഭായോഗത്തെ വിശുദ്ധമെന്നും ബഹുമാനം യോഗ്യമെന്നും കരുതിയാൽ ഞാൻ നിന്റെ ദേശത്ത് വാഹനമേറ്റി ഓടുമാറാക്കുമെന്നല്ലേ. അത് ദൈവത്തിന്റെ വചനമാണ്. ഞാൻ വിശ്വസിക്കുന്നു, മുടങ്ങാതെ ആരാധനയ്ക്ക് ദൈവത്തോട് ജീവിച്ചു കഴിഞ്ഞാൽ
ദേശത്ത് ദൈവം അങ്ങനെ മാനിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഒരു പ്രവാചകനും പറയേണ്ട ഒരു കാര്യമില്ല അല്ലേ, ദൈവവചനത്തിലുണ്ട്. ഓക്കെ, ദൈവവചനത്തിലുണ്ട്, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. പക്ഷെ അതിന്റെ കണ്ടീഷൻ ഉണ്ട്, അവിടെ ഉണ്ടല്ലേ. ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, 28-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഒന്ന് വായിക്കാമോ? ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 28 വേഴ്സ് 1. ആവർത്തനം 28-1. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവയെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ഓ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. ഞാൻ കുഞ്ഞിലെ മുതലേ ഈ പ്രവാചകന്മാരിൽ നിന്ന് കേട്ടാണ് ഈ വാക്യം ഞാൻ പഠിക്കുന്നത് ആക്ച്വലി. പക്ഷെ ഈ വാക്യം പൂർണ്ണമായിട്ട് പഠിച്ചത് ആ അധ്യായം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതിന്റെ 2-ാമത്തെ ഭാഗമാണ് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഉരുവിട്ട് പ്രാർത്ഥിക്കുക. എന്താണ് അതിന്റെ 2-ാമത്തെ ഭാഗം? നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മീതെ ഉന്നതമാക്കും. നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, കർത്താവെ അങ്ങയുടെ വചനത്തിലുണ്ടല്ലോ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികളുടെ മേലെ ഉന്നതമാക്കുമെന്ന്. പക്ഷെ മുകളിൽ 2 കണ്ടീഷൻ പറയുന്നുണ്ടല്ലേ, എങ്കിലേ ആ വാക്യം പൂർണ്ണമാവുകയുള്ളൂ. അത് രമ വായിച്ച് കേൾപ്പിച്ചു അല്ലെ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ഒന്നാമത്തെ കണ്ടീഷൻ ശ്രദ്ധയോടെ കേൾക്കണം. അപ്പൊ കേൾക്കുക എന്നല്ല പറയുന്നത്, ലിസണിങ് വെരി, ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഇഫ് യു ഡിലിജന്റ്ലി ഒബേ എന്നാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്ന്. നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലേ, പക്ഷെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കും അല്ലേ. അപ്പൊ ദൈവവചനം നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ട് 2-ാമത്തെ കണ്ടീഷൻ, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും. കണ്ടോ, കൽപ്പന എന്നല്ല അവിടെ കാണുന്നത്, സകല കൽപ്പനകളും കൽപ്പന പ്രമാണിച്ച് നടന്നാൽ അത്. അപ്പോ ശ്രദ്ധയോടെ കേൾക്കണം, സകല കൽപ്പനകളും പ്രമാണിക്കണം അല്ലെ. കൽപ്പനകളെ വായിക്കുന്നവനല്ല, അത് പ്രമാണിക്കുന്നവനാണ് ഭാഗ്യം അല്ലേ. അതാണ് തിരുവചനം ഈ പ്രവചന പുസ്തകത്തില് ഉള്ളത്. വായിക്കുന്നവനല്ല, അത് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ. വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനൊക്കെ അനുഗ്രഹിക്കപ്പെടും, പക്ഷെ അത് പ്രമാണിക്കുന്നവർക്ക് ആ അനുഗ്രഹം അതേപടി ഉണ്ടാകാനായിട്ടിട. എന്നിട്ടാണ് അവിടെ വായിക്കുന്നത് അല്ലേ, പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്ന നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മീതെ ഉന്നതമാക്കും. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കാതാണ് 2-ാമത്തെ ഭാഗം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, ഇതുപോലുള്ള കാര്യമാണ്. ഈ വചനം നമ്മൾ അതേപടി അനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെന്റൻസ് നമുക്കുള്ളതാണല്ലേ. ഞാനിപ്പം പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ കൽപ്പനകളെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും പ്രമാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അതിനുള്ള പ്രോമിസ് എനിക്ക് കർത്താവ് വീണ്ടും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ദൈവമേ എന്നെ സർവ്വജാതികൾക്ക് ഉന്നതനാക്കണമേ. ഞാൻ അതിലനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവകാശം എനിക്കുള്ളതാണല്ലേ. ഇപ്പൊ നമ്മളൊരു വാഹനം മേടിക്കാനോ അല്ലെങ്കിൽ ഒരു ഷർട്ട് ഒരു ഡ്രസ്സ് മേടിക്കാനോ നമ്മൾ ആ ഡ്രസ്സ് കണ്ട് അല്ലെങ്കിൽ വാഹനം കണ്ട് അത് ബില്ല് പേ ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ അതെനിക്ക് തരണമേ എന്ന് ആ കട ഓണറിനടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മുടെ പേരിനാണല്ലേ, നമുക്കത് എടുക്കാം എന്നതുപോലെ. അതുപോലെ മറ്റൊരു വാക്യമാണ് യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം നിരവധി വാക്യങ്ങളുണ്ട് അതേപോലെ, പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വാക്യമാണ്. യോഹന്നാൻ സുവിശേഷം 15-ന്റെ 7-ാമത്തെ. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വർദ്ധിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അവിടെ ഈ വചനം വളരെ ശക്തിവത്തായ ഒരു വചനമാണ്, വളരെ പവർഫുൾ ആയിട്ടൊരു കാര്യമാണ്. ഞാനും കുഞ്ഞിലെ പ്രാർത്ഥിച്ചിട്ടുള്ള വാക്യമാണ്, കർത്താവേ നിന്റെ നാമത്തിൽ എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വചനത്തിലുണ്ടല്ലോ. പക്ഷെ അവിടെ കണ്ടീഷനും പറയുന്നുണ്ടല്ലേ, എന്താണ്? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നു. ആ ഒരു റിലേഷൻ, ആ ഒരു ബന്ധം ഉണ്ടെങ്കിൽ, ഇവ നമ്മുടെ മാതാപിതാക്കളുമായിട്ട് നമുക്ക് നല്ല സ്നേഹമുണ്ടല്ലേ. അപ്പോൾ തന്നെ നമ്മള് എന്തോ അവരിൽ നിന്ന് അനുസരണക്കേട് കാണിച്ചു പോയാലും നമ്മുടെ മാതാപിതാക്കൾ നമുക്കുള്ളത് തരുവാനായിട്ടിട. എങ്കിലും അവരുമായിട്ട് അഭേദ്യ ബന്ധം പുലർത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചോദിച്ചാലും അവര് അപ്പോഴല്ലെങ്കിലും പിന്നെയെങ്കിലും അത് നിറവേറ്റി തരുമെന്നുള്ളതാണ്. ഇവിടെ വായിക്കുന്നത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തായിക്കോട്ടെ. അവിടെ നമുക്ക് എന്ത് വേണം എഴുതാം. അവിടെ വായിക്കുന്നു എന്തെങ്കിലും അപേക്ഷിക്കണം എന്നുള്ളതാണ്. വാട്ട് എവർ മേ ബി,
ഇഫ് യു വാട്ട് എവർ യു വിഷ്, നമ്മൾ എന്ത് തന്നെ ആണെങ്കിലും അത് ചിലപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായിരിക്കാം, നമ്മുടെ സാമ്പത്തികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അതീതമായിരിക്കാം. പക്ഷേ ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, അടുത്ത ഭാഗം നമ്മൾ പഠിക്കുന്നത് ക്രിസ്തീയ വിദ്യാഭ്യാസവും ശുശ്രൂഷകന്മാരും എന്നുള്ളതാണ്. അപ്പോ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൽ ശുശ്രൂഷകന്മാരെന്ന് പൊതുവായിട്ട് ഞാൻ പറയുമ്പോൾ എല്ലാവിധമായ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, ശുശ്രൂഷകന്മാർക്കുള്ള പങ്ക് വളരെ നിർണായകമാണ്. ചിലര് പറയും, ഓ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, ദൈവം നിങ്ങൾക്ക് തരുമെന്ന്. തീർച്ചയായിട്ടും ദൈവം പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ അത്രത്തോളം വിശ്വാസത്തോടിരുന്നാൽ ദൈവം അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്ന ദൈവമാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കിയിട്ട് അല്ലേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അത് ദൈവത്തെ പരീക്ഷിക്കുന്നതിന് തുല്യമാണ് അല്ലേ. ഇപ്പം ഞാൻ അങ്ങനെയുള്ളവരടുത്ത് ഞാൻ പറയും, നമുക്ക് ഒരു പ്ലേറ്റ് ഫുഡ് ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്, നമ്മൾ വിശന്നിരിക്കുകയാണ്, ഫുഡും ഫ്രണ്ടിൽ വെച്ചിട്ട് കൈ കെട്ടിയിരുന്ന് കർത്താവേ എനിക്ക് വിശക്കുന്ന ആഹാരം തരണേന്ന് പറയുന്നത് അത് മണ്ടത്തരമാണോ? നമ്മളത് ദൈവമേ ആഹാരം തന്നെ നന്ദി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് കഴിക്കണം അല്ലേ, എങ്കിലേ നമ്മുടെ ഉദരം നിറയത്തുള്ളൂ. അതുപോലെ നമുക്ക് അവസരമുണ്ട്, സമയമുണ്ട്, പണമുണ്ട്, പഠിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, എന്നിട്ടും നമ്മളത് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പാപമാണെന്നുള്ള കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. അവര് പറയുന്നത് പണ്ടത്തെ അപ്പച്ചന്മാരെ നോക്കുക, അവർ സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ല. ശരിയാ, അതിനുള്ള സാഹചര്യം അവർക്കില്ലായിരുന്നു. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അപ്പച്ചന്മാരും അമ്മമാരും ആയിരുന്നു അല്ലേ. നമ്മൾ അങ്ങനെയുള്ള ദേവദാസന്മാരെ കേട്ടിട്ടുണ്ട്. ചിലപ്പോ ഈ ക്ലാസ്സിലിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിരിക്കാം. പക്ഷെ അവരുടെ ഇളം തലമുറയായ ഞങ്ങള് പഠിക്കുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിന്റെ സാക്ഷ്യമൊക്കെ കേട്ടിട്ടുണ്ട്. ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ ഒന്ന് ഷേവ് ചെയ്യാൻ പോലും ഒരു ബ്ലൈഡ് മേടിക്കാൻ കാശില്ലാതെ ഇരിക്കുമ്പോൾ വീക്കെൻഡില് ഇവര് അവിടെ അടുത്തുള്ളവരൊക്കെ ഉപയോഗിച്ച ബ്ലൈഡ് തെങ്ങിൻ ചുവടിലിട്ടിട്ട് വീട്ടിൽ പോകുമ്പോൾ പപ്പ അതെടുത്ത് പതുക്കെ ഈ കരിങ്കല്ലിൽ കൊണ്ടുപോയി പതുക്കെ അതിനെ മൂർച്ച കൂട്ടിയിട്ട് ഷേവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എല്ലാം മുറിഞ്ഞ് ഇതാകും. അപ്പൊ അങ്ങനെയുള്ള അനുഭവത്തിലൂടെ ഒക്കെ ജീവിച്ചതാണ്. അപ്പോ അങ്ങനെ പഠിച്ച് ദൈവവേല ചെയ്ത ഒരു വ്യക്തിയുടെ മകൻ ആയ ഞാൻ പഠിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം ഒരുക്കുന്നതാണ്. ഞാൻ ചിന്തിക്കുന്നു, എൻ്റെ മകൻ പഠിക്കുമ്പോൾ ചിലപ്പോൾ രണ്ടുപേരെ ഹെൽപ്പ് ചെയ്ത് പഠിപ്പിക്കാനുള്ള അവസരം ദൈവം എനിക്ക് ഒരുക്കുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കും അല്ലേ. പക്ഷെ നമ്മൾ അതേപടി ആയിരിക്കണം എന്നുള്ളത്. അപ്പോ നമ്മുടെ പിതാവോ നമ്മുടെ വലിയപ്പച്ചന്മാരോ അനുഭവിച്ച കഷ്ടതകൾ ഇന്നില്ല. അപ്പോ എൻ്റെ പപ്പയ്ക്ക് ഇങ്ങനെ അവര് പ്രാർത്ഥിച്ചു ഒക്കെയാണ് ശുശ്രൂഷ നേടിയെന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലോ, കിട്ടിയ അവസരം പാഴാക്കിയിട്ട് പഠിക്കാൻ ആവശ്യത്തിന് കാശുണ്ട്, പഠിക്കാനുള്ള സാഹചര്യമുണ്ട്, എല്ലാം ഒരുക്കി തരുമ്പോൾ അത് ദൈവത്തോട് ചെയ്യുന്ന അനീതിയല്ലേ, പാവമല്ലേ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മളെ കിട്ടിയ അവസരങ്ങൾ പാഴാക്കിയിട്ട്, ഇപ്പൊ നമുക്ക് ഒരു ശുശ്രൂഷ, ഒരു പ്രസംഗം നമുക്ക് ലഭിച്ചു, അപ്പോൾ നമുക്കറിയാം നമ്മളത് പ്രിപ്പയർ ചെയ്യണം അല്ലേ. ഇന്നൊക്കെ ആണെങ്കിൽ ഒത്തിരി കമന്ററീസും ബൈബിൾ ഓരോ ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നിർവചനമൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒത്തിരി ഫെസിലിറ്റീസ് ദേവദാസന്മാർ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇനി ഒന്നും അല്ലെങ്കിൽ തന്നെ നമ്മുടെ മൊബൈലിലൊന്ന് റെഫറൻസ് അടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കുറെ ചരിത്രം നമുക്ക് കിട്ടാനായിട്ട് ഇടയാവും. നമുക്ക് അത് പ്രിപ്പയർ ചെയ്ത് പഠിക്കാതെ എനിക്ക് എന്നെ സൂര്യക്ക് വിളിച്ച് ദൈവം, ഞാൻ ഒരു അപ്പച്ചൻ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദേവദാസൻ പ്രസംഗത്തിന് അവസരം കിട്ടി, താൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാനിതാ കുഴല് പോലെ നിൽക്കണമേ, ഈ കുഴലിലൂടെ എന്നെ ഈ കുഴലിലൂടെ ഊതണമേ എന്ന്. ഓക്കെ, അപ്പോ ഈ കുഴലിനകത്ത് ഒന്നുമില്ലെങ്കിൽ കാറ്റ് മാത്രമേ കാണുള്ളൂ അല്ലേ. അപ്പോ ഈ കുഴലിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് ഊതുമ്പോ അത് തീപ്പൊരിയായിട്ട് വരികയുള്ളൂ. ഓക്കെ, അപ്പോ അപ്പച്ചന്മാർ പറഞ്ഞ ഡയലോഗ് നമ്മളും പറഞ്ഞുകൊണ്ട് പോയി ആൾക്കാർ ചിരിക്കും അല്ലേ. അങ്ങനെ പറയുമ്പോൾ തന്നെ ഓക്കെ, ഈ പുള്ളി ഇനി ഒന്നും പ്രസംഗിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ തലമുറകളെ എഴുന്നേറ്റ് അങ്ങ് പോകും അല്ലേ. ഒന്നുകിൽ ഫോണിൽ കോൾ വരുന്നെന്ന് പറഞ്ഞിട്ടോ റിംഗ് ടോൺ തന്നെ ഇട്ടോ എഴുന്നേറ്റ് അവരങ്ങ് പോകും, ആരും മൈൻഡ് ചെയ്യത്തില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ എന്നോട് ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒത്തിരി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷ പ്രാപിക്കണം. ഞാൻ ആ വ്യക്തിയോടൊന്ന് നേരിൽ കാണാം, അപ്പോഴൊന്നും പറയാൻ പറ്റും. നമുക്ക് പരിജ്ഞാനത്തോടെ കാര്യം ചെയ്യണമല്ലോ. ഒരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതേപടി തന്നെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയെക്കാളും പരിജ്ഞാനക്കേട് നമുക്കുണ്ടെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒന്ന് രഹസ്യത്തിൽ വിളിച്ചിട്ട് ഒരു കോഫിയൊക്കെ കൊടുത്തിട്ട് എന്താണ്
ശുശ്രൂഷ എന്നും ഒക്കെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ, ഇതൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊന്നും അതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ്. പക്ഷെ ഞാൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ തിരക്കുകളുടെ നടുവിലും ഇങ്ങനെ ഒരു വചനം പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നല്ലോ. ഞാൻ പല സ്ഥലങ്ങളിലും പലരോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഗീഗൻ തിയോളജിക്കൽ സെമിനാരിയിൽ വളരെ ക്രമീകൃതമായിട്ടാണ് മറ്റ് ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നും കാണാത്ത ഒരു പ്രത്യേകതയാണ്, ഉള്ളവർ വളരെ ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും, സംശയങ്ങളുണ്ടൊക്കെ ചോദിക്കും. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അത് ഞങ്ങളെ പോലുള്ളവർക്ക് ഇച്ചിരി കൂടെ പ്രിപ്പയർ ചെയ്ത് പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ അവസരം ഒരുക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം എന്നുള്ളതാണ്. അതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഓക്കെ, അപ്പോ ഈ ശുശ്രൂഷകന്മാർ, ഈ ഒരു ലീഡർ, ഒരു ചർച്ചിന്റെ ലീഡർ എന്ന് പറയുന്നത് ആ സഭയിലുള്ള പാസ്റ്ററാണ്, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു യൂത്ത് ലീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ആരാധന ലീഡ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഈ വ്യക്തി തന്നെ കയറി നിന്ന് പറയുകയാണ്, കുഞ്ഞുങ്ങളോട് പറയുകയാണ്, പഠനത്തിനൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഇവരുടെ ഫോളോവർ ആണല്ലോ, ഇപ്പൊ ഫോളോ ചെയ്യുന്ന കാലമാണല്ലോ. ഒരു വ്യക്തിയെ നന്നായിട്ട് പ്രസംഗിക്കുകയോ പാടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഫോളോ ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഇവരുടെ വാക്ക് കേട്ട് പോകാനായിട്ടിടയാകും. അപ്പോ സഭയിൽ ശുശ്രൂഷകന്മാർക്ക് ഗണ്യമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. അപ്പോ ഒരു ശുശ്രൂഷ സഭയുടെ ഭരണകർത്താവാണ്, അധ്യക്ഷനാണ്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ മനസ്സിലാകുന്ന രീതിയിൽ കുഞ്ഞുങ്ങളുണ്ടാകാം, അതുപോലെ തന്നെ പ്രായമായിട്ടുള്ളവരുണ്ടാകാം, യുവതിയുവാക്കളുണ്ടാകാം, കുഞ്ഞു കുട്ടികളുണ്ടാകാം. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, അവർക്കും ഒരാശയം കിട്ടുന്ന രീതിയിൽ വേണം പ്രസംഗിക്കാനായിട്ട്, അല്ലേ? അപ്പൊ നന്നായിട്ട് പഠിക്കണം, അത് ചെയ്യണം. ഇവരുടെ പ്രസംഗം കേട്ടിട്ടാണ് അനേകരെന്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടേണ്ടത്. ഇന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന യുവതിയുവാക്കൾ കുറവാണ്. പ്രത്യേകിച്ച് കേരളത്തില് വളരെ ഒരു സഭയിൽ നിന്നോ ഒരു സെഷനിൽ നിന്നോ ഒന്ന് പോയാൽ അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്, അല്ലെ? എന്ന് പറഞ്ഞാൽ പ്രസംഗങ്ങൾ സുവിശേഷകരെ വാർത്തെടുക്കുന്ന അവസരങ്ങളാകണം, അല്ലെ? ഇവർ കേട്ടിട്ട് അവരെന്ത് ചെയ്യണം? സുവിശേഷ വേല ചെയ്യാനായിട്ടൊരു ദാഹം അവർക്കുണ്ടാകേണ്ടുന്ന ഒരു പ്രേരണാശക്തി അവരിൽ ഉണ്ടാകണം. അപ്പോൾ ശുശ്രൂഷൻ വിശ്വാസികളെ പരിപാലിക്കുന്നവരായിരിക്കണം, അവരെ ആത്മീയത്തിൽ നടത്തുന്നവരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ അത് ഉത്സാഹത്തോടെ ചെയ്യണമെന്നുള്ളതാണ്. പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്ന നിർബന്ധത്താലല്ല, ദുരാഗ്രഹത്തോടെയല്ല, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, അത് സൗമ്യതയോടും ക്ഷമയോടും ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ വീണ്ടും പറയുന്നത് അത് തന്നെയാണ്. 5 വിധ ശുശ്രൂഷകൾ എഫെസ്യർക്ക് ലേഖനത്തിൽ 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചല്ലോ. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അതുപോലെ തന്നെ മറ്റ് അധ്യക്ഷന്മാരെയും ശുശ്രൂഷകന്മാരെയും വ്യത്യസ്ത തരത്തിൽ നാമകരണം ചെയ്തിട്ടുണ്ട്. അതില് ചില ഉദാഹരണങ്ങൾ. ഒന്ന്, ശുശ്രൂഷകൻ. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 25 മുതൽ 28 വരെ വായിക്കുമ്പോൾ അവിടെ ശുശ്രൂഷകരെ കുറിച്ചുള്ള കാര്യം കാണാനായിട്ട് കഴിയുന്നു. ചില വാക്യങ്ങൾ വായിക്കാമോ? മത്തായി 20-ന്റെ 25 മുതൽ 28 വരെ. ഓക്കെ, നിങ്ങൾ പിന്നെ വായിച്ചാലും മതി. പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ ക്ലാസ് എടുക്കത്തുള്ളൂ. ഞാൻ ആ 5 പോയിന്റ് കൂടെ ഞാൻ പറയാം. ഒരു ശുശ്രൂഷകന്റെ വിവിധ നിലകളിൽ നാമകരണം ചെയ്തിട്ടുണ്ട്. 1, ശുശ്രൂഷകൻ. 2, ഇടയൻ. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 17 വാക്യം വരെയാണ് ഇടയൻ അല്ലെങ്കിൽ പാസ്റ്റർ. 3-ാമത്തത് നിർമ്മിത. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15, 16, 17. 3-ാമത്തത് നിർമ്മിതാവ് അല്ലെങ്കിൽ പണിക്കാരൻ. 1 Corinthians chapter 3 verse 10 to 15. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. നാലാമത്തത് ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞ മൂപ്പൻ.
2 യോഹന്നാൻ. മൂന്നാമത്തല്ലേ നിർമ്മിതാവ് പണിക്കാരൻ മൂന്നാമത്തത്. നിർമ്മിതാവ് അല്ലെങ്കിൽ പണിക്കാരൻ 1 കൊരിന്ത്യർ 3:10-15 വരെ. അടുത്ത 4-മത്തത് മൂപ്പൻ. അതിൽ 2 യോഹന്നാൻ 1:1. 5-മത്തെ ഉദാഹരണം കാര്യവിചാരകർ. 1 കൊരിന്ത്യർ 4:1. ഒന്നാമത്തേതായിരുന്നു സാറേ? ഏതാ? ഒന്നാമത്തേത് ശുശ്രൂഷകൻ. 1-മത്തെ ശുശ്രൂഷകൻ, 2 ഇടയൻ, 3 നിർമ്മിതാവ് അല്ലെങ്കിൽ പണിക്കാരൻ, 4 ഇടയന്റെ റെഫറൻസ് ഒന്ന് പറയാം. ഇടയന്റെ റെഫറൻസ് അതെ, യോഹന്നാൻ 21-ാം അധ്യായം 15, 16, 17 വാക്യം. നാലാമത്തെ പറയട്ടെ, മൂപ്പൻ. 2 യോഹന്നാൻ 1:1. 5-മത്തത് കാര്യവിചാരകൻ. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 1-മത്തെ വാക്യം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതൊന്നുകൂടെ ആവർത്തിക്കാം. ഓക്കെ, പ്രത്യേകിച്ച് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, ദൈവം ധാരാളം സഹായിക്കട്ടെ. ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രിന്റഡ് നോട്ട് PDF അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, ഞാനാ പ്രാർത്ഥിക്കുന്നേ. സുമാൻറ്റി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓക്കെ, പ്രാർത്ഥന നടത്തില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണീസമ്പന്നനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹം പ്രശാന്തമായി സയൻസ് തിങ്കൽ കർത്താവേ, ഗീഗോൺ തിയോളജിക്കൽ സെമിനാരി ഞങ്ങൾക്ക് വേദ പഠനത്തിനായി കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ സാവകാശത്തിനായി